ഗായ്സ്, വെൽക്കം ടു അയ്യോ സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. നല്ലൊരു വലിയ തേര് കയറിയത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മുമ്പും കാണിച്ചിട്ടുള്ളതാണ്. ആ ഒരു തേര് കയറിയതിൻ്റെ പാടാണ്. നന്നായിട്ട് കിതയ്ക്കുന്നു. യെസ് ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പല്ലിൻ്റെ കുറച്ച് പരിപാടിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ ഈ ഒരു നോർമൽ വ്ളോഗാണ്. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. നമുക്ക് മെഡിക്കലൊക്കെ ഒന്ന് കാണാമല്ലോ. മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് ഞാൻ പല്ലിൻ്റെ കാര്യം ചെയ്യാൻ പോകുന്നത്. റൂട്ട് കനാലാണ് കേട്ടോ. പല്ലിൽ നല്ല തുള വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും കൂടിയാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ യാത്രയെന്ന് പറയുന്നത്. ഇന്ന് അണ്ണന് കുറച്ച് തിരക്കാണ്. കുട്ടീസ് 2 സ്കൂളിൽ പോയി. വെനസ്ഡേ ആണല്ലോ. അപ്പോൾ ആൾക്ക് കുറച്ച് ബിസി ആയത് കാരണം ഞാൻ അവനെ കൂടി വിളിച്ചു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെയും കൂട്ടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. നമുക്കിവിടെ നിന്ന് നേരെ ആഴാകുളത്തു നിന്ന് ബസ് കിട്ടും. ആഴാകുളം വരെ എന്തായാലും നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വഴിയൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറയുകയാണ് കേട്ടോ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. അവിടെ പല്ലിൻ്റെ സെക്ഷനിൽ ഡെൻ്റൽ സെക്ഷനിൽ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾ മെയിൻ റോഡിലെത്തി കേട്ടോ. ഡെൻറ്റിസ്റ്റിന് എക്സാം ആയത് കാരണം നമുക്ക് ഡിസംബർ 9 തന്നിരുന്ന ഡേറ്റ് ചേഞ്ച് ചെയ്തു. നമുക്ക് ഫെബ്രുവരി 12 കിട്ടി. ഇനി എന്ത് പ്രശ്നം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഉറപ്പില്ല. ഞാൻ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ബസ്സിൽ. ഇടിയൊക്കെ കൊണ്ട് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ചൊരു സങ്കടം വരുന്നത്. നല്ല തിരക്കാണ്. എന്തായാലും വെനസ്ഡേ അല്ലേ. അപ്പം ഞങ്ങൾ 9:30 നമുക്ക് ഡേറ്റ് കിട്ടിയത്, അല്ല ടൈം കിട്ടിയത്. അപ്പോൾ കുറച്ച് ഹറിബറിയായിട്ട് നമ്മൾ ഓടുകയാണ്. കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7:30 ആയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തണം. നമ്മൾ ഏകദേശം ബസ് സ്റ്റോപ്പ് എത്താറായി കേട്ടോ. ആഴാകുളം എത്താറായി. അപ്പം നമ്മൾ ആഴാകുളം എത്തി കേട്ടോ. ഇത് നമ്മളിവിടെ താഴാകുളത്ത് അമ്പലം. അതുകൊണ്ട് പെട്ടെന്ന് എത്തി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈസ്റ്റ് റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജ് ബസ്സിൽ കയറണം. അതിന് നേരെ മെഡിക്കൽ കോളേജിലേക്ക്. നമ്മൾ ഈസ്റ്റ് റോഡാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
OP ടിക്കറ്റ് എടുക്കണം, നേരെ കയറി ഡോക്ടറിനെ കാണണം. അതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട്, ഇനി എപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമ്മൾ OP കയറും കേട്ടോ. ഫുഡ് കഴിക്കാൻ ആദ്യം ഇതാണ് കേട്ടോ നമ്മുടെ OP. നമുക്ക് ക്യാൻറ്റീനിൽ മെഡിക്കൽ കോളേജിൽ ക്യാൻറ്റീനിൽ കയറിയേ, പക്ഷെ അവിടെ ഉപ്പുമാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നിന്നില്ല കേട്ടോ. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാൻ വിചാരിച്ചു. ഉപ്പുമാവ് എനിക്ക് എത്ര അങ്ങ് ഇഷ്ടമുള്ള സാധനമല്ല. അപ്പോസിന് അങ്ങനെ തന്നെയാണ് അല്ലേടാ. കറക്റ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഡെന്റൽ സെക്ഷൻ. 9:30 കേട്ടോ നമുക്ക് OP. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് OP കയറാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പൂസേ? അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡായിരുന്നു. നല്ല മസാല ദോശയും കോഫിയൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. നേരെ OP പോവാം കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം 9:30 ആയി. പോവാം. ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നടന്നപ്പോൾ തല ഇറങ്ങുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക്. ചെറിയൊരു മരവിപ്പുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കേണ്ട, ഫുഡ് കഴിക്കാം, ജ്യൂസ് കഴിക്കാം, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 1000 റുപ്പീസോളം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 1000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പ്രൈവറ്റിലൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ നല്ല പൈസ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. ഒരു 2 മണിക്കൂർ കഴുത്തും വായും ഒക്കെ ഒരു പാടായിരുന്നു. കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ആദ്യം വായിലൊരു കുത്ത് തന്നപ്പോൾ ചെറിയൊരു വേദന, മരവിപ്പ്, പിന്നെ എന്തോ ഒരു ടാർപ്പ് കെട്ടിയതുപോലെ എന്തോ സംഭവം വായിൽ വലിച്ച് കെട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. യെസ്. അപ്പോൾ നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പെയിൻ ഉണ്ടെങ്കിൽ കഴിക്കാൻ ടാബ്ലറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് റിട്ടേൺ. നമ്മളിവിടെ നിന്ന് ഇനി തിരുവനന്തപുരത്ത് പോവാണ്. തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വിഴിഞ്ഞം ബസ് കയറാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 9:30 നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് കയറാൻ പറ്റി. ഒരു 2 മണിക്കൂർ നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നല്ല ഡോക്ടറായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നേരെ തിരിച്ച് വീട്ടിലേക്ക്. നമുക്ക് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അപ്പം അങ്ങോട്ട് പോകട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. തമ്പാനൂർ എത്തി കേട്ടോ.
ഷാർജ ഓർഡർ ചെയ്തു. ഇനി അത് കുടിച്ച് കുറച്ച് സമയം നമ്മളിവിടെ ഇരുന്നിട്ട് വിഴിഞ്ഞം ബസ് കയറി നമ്മൾ നേരെ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ തമ്പാനൂരാണ്, ട്രിവാൻഡ്രം ആണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ വിഴിഞ്ഞം ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ചെറിയ രീതിയിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തു, വായിൽ മരവിപ്പൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് സംസാരിച്ച് വഷളാക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുവിധം ട്രിവാൻഡ്രത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ബൈ.